ചോദ്യങ്ങൾക്ക് മുൻപിൽ പ്രസരിപ്പോടെ പ്രചോദനം നിറഞ്ഞ വാക്കുകളോടെ ചേതൻ ഭഗത് ദുബായിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നിലുമെത്തി. എഴുത്തിന്റെ രഹസ്യം മുതൽ രാഷ്ട്രീയ പ്രവേശം വരെ ചോദ്യശരങ്ങളായെത്തിയപ്പോൾ രചനകളിലെന്ന പോലെ ആരാധകരെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളിൽ ചേതൻ ഭഗത്തിന്റെ മറുപടികളുമെത്തി. ഇനി യുവത്വം ഇന്ത്യൻ രാഷ്ട്രീയം നിർണയിക്കുന്ന നാളുകൾ. ആം ആദ്മി പാർട്ടിയെപ്പോലുള്ള മുന്നേറ്റങ്ങൾ ഇപ്പോൾ ആവേശം മാത്രമാണെങ്കിൽ മാറ്റങ്ങൾ ഇനിയുമേറെ തെരുവിൽ നിറയാനുണ്ട്. ചേതൻ ഭഗത് പറഞ്ഞു. Youth is driving the agenda. Youth is a big voter population and a lot of changes happening, a lot of changes expected, new players. AAP is very new, so they'll take time to settle in. രാഹുലിനെയോ നരേന്ദ്രമോദിയെയോ പിന്തുണയ്ക്കുന്നതെന്ന ചോദ്യത്തിനും കരുതലോടെ മറുപടിയെത്തി. I will obviously not be able to give my preference publicly and I don't think I should, but I would urge people to see the pros and cons of each and I'll help them I'll tell the pros and cons of each, but then of course the vote is an individual's decision. It's not my I don't preach who to vote. ടു സ്റ്റേറ്റ്സ് എന്ന നോവലിന്റെ ചലച്ചിത്ര രൂപം ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും. ആലിയ ഭട്ടാണ് മുഖ്യവേഷത്തിൽ. പ്രണയവും യുവത്വവും വിഷയമാകുന്ന അടുത്ത നോവൽ ഒക്ടോബറിൽ പുറത്തുവരുമെന്നും ചേതൻ ഭഗത് പറഞ്ഞു. ഒടുവിൽ യുവാക്കൾക്കായി തന്റെ സന്ദേശം പകരാനും ചേതൻ ഭഗത് മറന്നില്ല. Give yourself challenges and work hard to achieve them. Keep yourself challenged always. ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ, ദുബായ്.